തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു. വയനാട് ജില്ലയെ സംബന്ധിച്ച് ഏതാണ്ട് 40% ആദിവാസികൾ അധിവസിക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും അതൊന്നും പ്രാവർത്തികമാകാത്ത ഒരവസ്ഥയാണുള്ളത്. അത് ഏത് മുന്നണി ഭരിച്ചാലും. ഒരുപാട് വർഷം വാഗ്ദാനം നൽകിയിട്ടും ഒന്നും ആകാത്ത ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. പനമരം പഞ്ചായത്തിലെ കൊളത്താറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആദിവാസി പണിയ ഉന്നതിയിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം ഈ വീടുകളുടെയൊക്കെ ഒരു ശോചനീയാവസ്ഥ. ഇത്തരത്തിലുള്ള വീടുകളിലൊക്കെ ഇപ്പോഴും ആൾതാമസമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു വീട്ടിൽ 2, 3, 4 ആളുകളാണ് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്ത് ഒരുപാട് വീടുകൾ ഇതുപോലെയുണ്ട്. പല പദ്ധതികളിലും ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പിലും വരുന്ന വാഗ്ദാനങ്ങൾ എന്നല്ലാതെ പിന്നീട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് കിട്ടേണ്ട പല പദ്ധതികളും ഇവിടെ വന്ന് എഴുതി കൊണ്ടുപോകുമെങ്കിലും ഇതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവിടെ തന്നെ ഒരു 5, 6, 7 വീടുകളുണ്ട്. ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉന്നതികളിൽ ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരു മഴ വന്നാലോ അല്ലെങ്കിൽ ഒരു കടുത്ത ചൂടാണെങ്കിലോ ഒന്നും അതിനെ പ്രതിരോധിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അവസ്ഥകളും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ തന്നെ കാണുന്നുണ്ട് വേറെയും വീടുകൾ, 2, 3 വീടുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് എന്തായാലും ഈ പനമരത്തെ കൊളത്താറ എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയിലുള്ള അവരുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർക്ക് വാസയോഗ്യമായ ഒരു വീടില്ല. അതുപോലെ തന്നെ ഒരു ശൗചാലയം പോലും ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവർ താമസിക്കുന്നത്. എന്തായാലും ഒരു കുടുംബം നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. എന്താ ചേട്ടാ പേര്? മണി. മണി, എന്താ നിങ്ങളുടെ ഒരു അവസ്ഥ ഇവിടെ? പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇത് തന്നെ, ഒരു കഷ്ടകാലം. ഒരു വീടില്ല, നല്ല വീടില്ല, ഒരു ബാത്റൂമില്ല, അങ്ങനത്തെ സ്ഥിതിയിൽ. നിങ്ങൾക്ക് വീടിനൊക്കെ വേണ്ടി ഇവർ എഴുതിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? എഴുതിയൊക്കെ കൊണ്ടുപോയി കമ്മിറ്റിക്ക് എല്ലാത്തിനും പോകും. എന്നാലും ഒന്നും കിട്ടൂല. ഇലക്ഷനൊക്കെ അടുത്തപ്പോ ആളുകളൊക്കെ വരാറില്ല? ഇലക്ഷനൊക്കെ വരും, വോട്ടും ചോദിക്കും. നിങ്ങൾക്ക് പിന്നെ വീടൊക്കെ ഉണ്ടാവും, തരാന്ന് പറയും. തരാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതുവരെ വന്ന് നോക്കിയിട്ടുമില്ല, അവര് വന്നിട്ടുമില്ല. അപ്പൊ നിങ്ങൾ അവര് വന്നപ്പോ ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞു? അവര് പറഞ്ഞാ ഉണ്ടാക്കി തരാന്ന്. ഇത്തവണ ഇലക്ഷൻ വന്നപ്പോൾ വോട്ട് ചോദിച്ചു പോയി. വോട്ട് തരണമെന്ന് പറഞ്ഞു. വീടിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? ഒരു വീട് വേണം. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരുപാട് കുടുംബങ്ങളുണ്ട്. 1, 2 കുടുംബമല്ല. തീർച്ചയായും ഇതാണ് ഒരു ഉന്നതിയിലെ അവസ്ഥ. ഇതുപോലെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദിവാസി വിഭാഗങ്ങൾ, പണി വിഭാഗങ്ങൾ മാത്രമല്ല കാട്ടുനായ്ക്ക വിഭാഗങ്ങളൊക്കെ ഇത്തരം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഒരുപാട് പുരോഗതി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആദിവാസികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളോട്ട് കയറിയാലുള്ള ഒരവസ്ഥയാണ് ഇത്. ടൗണിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരുപാട് ദൂരത്താണ് ഈ സ്ഥലം. ഇതുപോലെ നിരവധി ആദിവാസി ഉന്നതികൾ ഈ വയനാട് ജില്ലയിലുണ്ട്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഓരോ ഭരണകൂടത്തിന്റെയും അല്ലെങ്കിൽ സർക്കാരിന്റെയും അല്ലെങ്കിൽ അവരത് ചെയ്യേണ്ട അവരുടെ ഒരു കടമയാണ്. ഈ ഒരു ആദിവാസി ഉന്നതിയിൽ അവർക്ക് വേണ്ട വീടുകളുടെ സൗകര്യം നൽകി കൊടുക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പനമരത്തു നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.